ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഓൺ വോയിസിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്ഥിരമായി കാണുന്നൊരു യൂട്യൂബ് ചാനൽ, അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഉത്തർപ്രദേശിലുള്ള ഒരു കുട്ടിയുടെ യൂട്യൂബ് ചാനലാണ്. നല്ലൊരു യൂട്യൂബ് ചാനലാണ്. ഇങ്ങനെ ബിൽഡപ്പൊന്നുമില്ലാതെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ആ കുട്ടി എനിക്ക് തോന്നുന്നു മലയാളിയാണ്. മലപ്പുറമോ കോഴിക്കോടോ ആ ഒരു സ്ഥലത്തെങ്ങാണ്ടുള്ള ഒരു സംസാര രീതിയൊക്കെയാണ് പറയുന്നത്. നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഉത്തർപ്രദേശിലാണ്. അവിടെയാണ് അവരുടെ വീട് അവിടെയാണ്. ആ കുട്ടി ഇപ്പോൾ ഉള്ളത്, റീസെൻ്റ്ലി ഉള്ളത് ആ കുട്ടി അവിടെയാണ്, ഉത്തർപ്രദേശിലാണ്. നല്ലൊരു യൂട്യൂബ് ചാനലാണ്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ആ ഒരു മാസങ്ങളിലാണ് അത് തുടങ്ങിയത്. ഇപ്പം മെയ് ആയപ്പോഴത്തേന് ആ കുട്ടിയുടെ ചാനലൊക്കെ മോണിറ്റൈസ്ഡായി, ക്യാഷൊക്കെ വാങ്ങാൻ തുടങ്ങി കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. വീഡിയോ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുട്ടിയുടെ ചാനലിൻ്റെ നെയിമും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒന്ന് കാണുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ വേറെ 1-2 ചാനലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ, ആ കുട്ടിയുടെ ഫോട്ടോസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ചാനലാണ്. ആ കുട്ടിയുടെ വീട്ടിലെ കല്യാണങ്ങളുടെ വിശേഷങ്ങളും ആ കുട്ടിയുടെ ഡെയിലി റൊട്ടീനും അതൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ടൊരു, എനിക്ക് തോന്നുന്നു അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നാലും നല്ല രീതിയിൽ ആ കുട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല ഒരു ഒത്തിരി ആൾക്കാർ ഉള്ളൊരു ഫാമിലിയാണ് കേട്ടോ. കുട്ടി Q&A ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വായിക്കാറ്, അത് കേൾക്കാറൊക്കെ ഉണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ കുട്ടിയുടെ വീട്ടിലെ അവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മരുമക്കൾ എങ്ങനെയാണ്, മകൻ കെട്ടിച്ചുകൊണ്ട് ചെല്ലുന്ന മരുമക്കൾ എങ്ങനെയാകണം, അതേപോലെ മകൾ എങ്ങനെയായിരിക്കണം, അവരുടെ രീതികൾ, അതിനെക്കുറിച്ചൊക്കെ അവൾ നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ വഴി അവളത് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ അവൾ ആൻസറായിട്ടത് പറയുന്നുണ്ട്. നല്ലൊരു ചാനലാണ്. ആ ചാനലിൻ്റെ ലിങ്കല്ല, ചാനലിൻ്റെ നെയിം ഞാൻ ഇതിലിട്ടേക്കാം കേട്ടോ. അടിപൊളി ഒരു ചാനലാണ്. ഒരു മലയാളി കുട്ടിയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ സംസാര രീതിയൊക്കെ മലയാളിയാണ്. അവൾ കേരളത്തിൽ വന്ന് താമസിച്ച കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവൾ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ നിങ്ങളുമായിട്ട്, അവളുടെ ചാനൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം വേറെ എന്തൊക്കെയാണ് വിശേഷം? ഞാനങ്ങനെ പോകുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞ ചാനൽ ബാൻ ചെയ്ത കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് ഒരുപാട് വീഡിയോസ് ഞാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്നൊരു ദിവസം റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് അതങ്ങ് പോയി എന്ന് വെച്ചാൽ ചാനലിൽ വീഡിയോസൊക്കെ ഇടാം, പക്ഷേങ്കിൽ നമുക്ക് 1 മുതൽ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ വാച്ച് അവറൊക്കെ കയറണം. അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാത്തിലുപരി നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ ഷെയർ, ലൈക്ക്, കമൻറ്റ് അതൊക്കെ കിട്ടുവാണെങ്കിൽ എനിക്ക് വളരെ എൻ്റെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും എന്നെ ഒന്ന് പരിഗണിക്കുകയൊക്കെ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടതായ ചാനലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വരണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ്. അതപ്പോൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എന്നെ പരിഗണിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.